ചെറുപുഴ അയ്യപ്പ ക്ഷേത്രോത്സവം ഡിസംബർ 10 മുതൽ 17 വരെ നടക്കും. ഡിസംബർ 9 ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശുദ്ധികർമ്മങ്ങളോടെ ഉത്സവ പരിപാടികൾക്ക് തുടക്കമാകും. 10 രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. 17 വരെ നീണ്ടുനിൽക്കുന്ന ഉത്സവ പരിപാടികളുടെ നടത്തിപ്പിന് 201 അംഗ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CM രഘു, ജോയിന്റ് സെക്രട്ടറി PM വാസുദേവൻ, ട്രഷറർ KK ശശീന്ദ്രൻ, മാതൃസമിതി പ്രസിഡന്റ് AV കാർത്യായനി, സെക്രട്ടറി ശൈല വിജയൻ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ ഈ നമ്മളെ പഴയ സുബ്രഹ്മണ്യ നമ്പൂരി നമ്മളിപ്പോഴത്തെ മേശാന്തിന്റെ മകൻ ഹരിയനെ തന്നെ നിശ്ചയിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറുവേലി അമ്പലത്തിന് പരിപാടിയുണ്ട്. ശരിയാണ്, അത് ആരെങ്കിലും ഏർപ്പാടാക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനത്തിലാവണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വേഗമായി തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് ക്ഷേത്ര കമ്മിറ്റി അതിൻ്റെ വഴിക്കേ പോകും. ജനങ്ങളായി തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉത്സവാദി കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു തരിക. മെയിനായിട്ട് ഒരു കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു 4-5 സർക്കിൾ ഇൻസ്പെക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ സമയത്ത്. നമ്മളെ സെക്രട്ടറി അത് പങ്കെടുത്തിരുന്നു. അദ്ദേഹം എസ് പി. അപ്പോൾ അതിൻ്റെ വിശദീകരണം ഏതായാലും സെക്രട്ടറി പറയും. എന്നോട് പറഞ്ഞിരുന്നു, സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് സെക്രട്ടറിയാണ് നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി പങ്കെടുത്തത്. അദ്ദേഹം ആ കാര്യം ഇവിടെ അവതരിപ്പിക്കും. അപ്പോൾ നിർബന്ധമായും ഏരിയകൾ പാലിക്കേണ്ട വളരെ അടുക്കും ചിട്ടയോടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇലക്ഷൻ്റെയും മറ്റേ ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് പരമാവധി ഗാനമേളകളൊക്കെ എല്ലാവരും മുൻകൂട്ടി, ഇപ്പോൾ കല്യാണം പയ്യന്നൂരത്തെ ഒരു കൊല്ലം മുമ്പെയാണ് ബുക്കിംഗ്. നമ്മളടുത്ത് നമ്പൂരിമാർ ഭക്ഷണം പാചകം ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന കാസർഗോഡിൻ്റെ നമ്പൂരിയിൽ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളിക്കാൻ വൈകിപ്പോയി, അതുകൊണ്ട് ഞാൻ വേറെ സത്താ കയറ്റുന്നു. ഇന്നുണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ട് നവംബർ 10 മുമ്പെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഒരു മാസം മുമ്പെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. 4-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇതിനു വേണ്ടി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.